വേർഡ്പ്രസ് ട്യൂട്ടോറിയൽ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്രീ ആയിട്ട് ലഭിച്ചൊരു വേർഡ്പ്രസ് ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റിൻ്റെ ഹോം പേജ് ഡിസൈൻ ചെയ്യുന്നതാണ്. ആ ഒരു ടെംപ്ലേറ്റിൻ്റെ കൂടെ നമ്മൾ കണ്ടത് ആ ടെംപ്ലേറ്റിൻ്റെ കൂടെ മാത്രം ലഭിച്ചൊരു വിഷ്വൽ കമ്പോസർ ടൂളാണ്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന വേർഡ്പ്രസ് ടെംപ്ലേറ്റിൻ്റെ കൂടെ ലഭിക്കുന്ന എലമെൻറ്റർ എന്നൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വിഷ്വൽ കമ്പോസർ ടൂളിനെ കുറിച്ചാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഈ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നു, ഇതിലെ ഫീച്ചേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതെങ്ങനെ ഇനി മോഡിഫിക്കേഷൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് എലമെൻറ്റർ എന്താണെന്ന് മനസ്സിലാക്കാം. എലമെൻറ്റർ എന്നുള്ളത് ഒരു വേർഡ്പ്രസ് പ്ലഗിനാണ്. ഒരു വേർഡ്പ്രസ് പ്ലഗിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്പ്രസ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന മറ്റ് പ്രോഗ്രാമുകളാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ എന്നുള്ളത് വേർഡ്പ്രസ് ആണ് സങ്കല്പിക്കുക. മറ്റ് ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മറ്റ് പ്രോഗ്രാമുകൾ, ആപ്പുകൾ നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വേർഡ്പ്രസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മറ്റ് ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആപ്സുകൾ നമുക്ക് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതൊരു അഡീഷണൽ ഫങ്ഷണാലിറ്റി ആയിട്ട് ഈ ഒരു വേർഡ്പ്രസ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ വർക്ക് ചെയ്യും. അതാണൊരു പ്ലഗിൻ കോൺസെപ്റ്റ്. അതുകൂടാതെ തന്നെ നമ്മൾ മുന്നേ ഇൻസ്റ്റാൾ ചെയ്തൊരു ടെംപ്ലേറ്റും അതുപോലെ തന്നെയാണ്. മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ടെംപ്ലേറ്റുകൾ നമുക്ക് നമ്മുടെ വേർഡ്പ്രസ്സിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അത് നമ്മുടെ ഫ്രണ്ട് എൻഡ് ഡിസൈനായിട്ട്, വെബ്സൈറ്റ് തീമായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഒരു വേർഡ്പ്രസ് പ്ലഗിൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് ക്വിക്കായിട്ടൊന്ന് മനസ്സിലാക്കാം. വേർഡ്പ്രസ് ഡാഷ്ബോർഡിൽ പോയി അതിൽ പ്ലഗിൻസ് എന്ന് പറഞ്ഞ മെനുവിൽ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ്പ്രസ് മാർക്കറ്റ് പ്ലേസിൽ അവൈലബിൾ ആയിരിക്കുന്ന പ്ലഗിൻസുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കീവേഡ്സ് ഉപയോഗിച്ചും റെക്കമെൻഡ് ആയിട്ടുള്ള പ്ലഗിൻസുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് വേർഡ്പ്രസിൻ്റെ സെർവറിൽ അവൈലബിൾ ആയിരിക്കുന്ന മറ്റ് ഡെവലപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറൊക്കെ പോലെ നമുക്ക് ആപ്സുകൾ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. നമുക്കിവിടെ സെർച്ച് ചെയ്യാം. ഇതിൽ നിന്നുള്ള പ്ലഗിൻസുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. തൗസൻഡ്സ് ഓഫ് പ്ലഗിൻസുകൾ ഈ വേർഡ്പ്രസ് മാർക്കറ്റ് പ്ലേസിൽ അവൈലബിൾ ആണ്. ഇനി കൂടാതെ നമുക്ക് പ്രീമിയമായിട്ട് പർച്ചേസ് ചെയ്യുന്ന പ്ലഗിൻസ് നമുക്ക് മാനുവലി ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിനൊന്നും ഒരു ടെക്നിക്കൽ നോളജിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സാണ്. ഇതുപോലെ നമ്മൾ ടെംപ്ലേറ്റ്സും അങ്ങനെ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്. ഒരു ടെംപ്ലേറ്റ് മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടെംപ്ലേറ്റ് മാനുവലി അപ്ലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റ് പ്ലേസിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒട്ടുമിക്ക ടെംപ്ലേറ്റ്സിനും എലമെൻറ്റർ അല്ലെങ്കിൽ വിഷ്വൽ കമ്പോസർ എന്നുള്ള ഏതെങ്കിലും ഒരു വിഷ്വൽ കമ്പോസർ പ്ലഗിൻ അതിൻ്റെ കൂടെ അവൈലബിൾ ആയിരിക്കും. കോഡിങ്ങിൻ്റെ നോളജ് ഇല്ലാതെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് സ്പേസ്, ഇമേജ്, ടെക്സ്റ്റ്, കളേഴ്സ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത് ഈ എലമെൻറ്റർ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിലൊരുപാട് ടൂൾസുകൾ ഉണ്ടായിരിക്കും. നമുക്ക് വെബ്സൈറ്റിൽ കാണുന്ന എല്ലാം ഒരു എലമെൻറ്റുകളാണ്. ആ എലമെൻറ്റുകൾ നമ്മൾ ഡ്രാഗ് ചെയ്യുന്നു, നമുക്ക് വേണ്ട സ്ഥലത്ത് പൊസിഷൻ ചെയ്യുന്നു, അതിന് വേണ്ട കളേഴ്സ്, കണ്ടൻറ്റ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ എലമെൻറ്റർ എന്ന് പറയുന്ന പ്ലഗിൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ പോപ്പുലർ ആയിട്ടുള്ള വിഷ്വൽ കമ്പോസർ അങ്ങനെ മൾട്ടിപ്പിൾ പ്ലഗിൻസ് അവൈലബിൾ ആണ്. എങ്കിലും എലമെൻറ്റർ ആണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ എലമെൻറ്ററിനെ കുറിച്ച് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഈ പേജ് ഡിസൈൻ ചെയ്യുന്നില്ല. പക്ഷേ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേജ് ഇതെങ്ങനെയാണ് ചെയ്തത്, ഇതിലുള്ള അപ്ഡേഷൻസ് എങ്ങനെയാണ് വരുന്നത്, പുതിയ മോഡിഫിക്കേഷൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിഷ്വൽ കമ്പോസർ ഈ ഒരു എലമെൻറ്റർ എന്ന് പറയുന്ന പ്ലഗിൻ എന്തിനാണ്, അതെങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ ഐഡിയാസ് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കാണാൻ പറ്റും. എക്സ്ട്രാഡ്സിഡ് എന്നുള്ളൊരു എൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ ഇതൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു ലാൻഡിങ് പേജ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഈ ഒരു എലമെൻറ്റർ എന്ന പ്ലഗിൻ ഉപയോഗിച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കംപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. പക്ഷേ ഇതിൽ നമുക്ക് എങ്ങനെയുള്ള എഡിറ്റ്സുകൾ വരും നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇതിൻ്റെ ലോഗിൻ ചെയ്തൊരു വെർഷനിലേക്ക് പോകും. നമ്മൾ വേർഡ്പ്രസ്സിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിലായിട്ടൊരു അഡ്മിൻ ബാർ വരും. ഈ ഒരു ടൂൾ ബാർ വഴിയായിരിക്കും നമുക്ക് അഡ്മിൻ മെനൂസിലേക്ക് ആക്സസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതിൽ നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ എഡിറ്റ് വിത്ത് എലമെൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് എലമെൻറ്റർ എന്നുള്ള ടൂൾസിലൂടെയും എലമെൻറ്റർ എഡിറ്റർ വിൻഡോ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനൊരു വ്യൂ ആയിരിക്കും കാണാൻ സാധിക്കുക. റൈറ്റ് സൈഡിൽ കാണുന്നത് വെബ്സൈറ്റിൻ്റെ ഒരു പ്രിവ്യൂ ആണ്. ലെഫ്റ്റ് സൈഡിലെ എലമെൻറ്ററിൽ അവൈലബിൾ ആയിരിക്കുന്ന ടൂൾസുകളാണ്. നമുക്ക് ലൈവായിട്ട് തന്നെ വെബ്സൈറ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. നമുക്ക് കാണാൻ പറ്റും ലൈവായിട്ട് നമ്മൾ എന്താണ് എഡിറ്റ് ചെയ്യുന്നത്. സോ ഇതിനുള്ള നമ്മൾ മൗസ് പോയിൻ്റർ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു സെലക്ഷൻ വരുന്നത് കാണാം. ഈ സെലക്ഷൻ വരുന്നതെല്ലാം നമുക്കൊരു എലമെൻറ്റ്സ് എന്ന് കോൾ ചെയ്യാൻ വേണമെങ്കിൽ, ഇപ്പോൾ ഇതൊരു ടെക്സ്റ്റ് എലമെൻറ്റാണ്, ഇതൊരു ഇമേജ് എലമെൻറ്റാണ്. ഇപ്പോൾ എലമെൻറ്റർ എന്ന് പറഞ്ഞ പ്ലഗിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ എലമെൻറ്റുകളെല്ലാം ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹെഡിങ്ങിൽ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റബിളായി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായേണ്ടതുള്ള ഈസി ആയിരിക്കും എന്നുള്ളത്. സിംപ്ലി സ്റ്റാർട്ട് ഡ്രൈവിംഗ് ഓൺലൈൻ ഓർഡേഴ്സ് ടു യുവർ ബിസിനസ്. നമുക്കിത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഓൺലൈൻ ടു യുവർ ഷോപ്പ്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് നോക്കാം. ഈ ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ അത് എഡിറ്റബിളായി വന്നിരിക്കുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇമേജിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ തൽക്കാലം ഇത് ഒരു ഡിഫോൾട്ട് സൈസിലേക്ക് മാറ്റുകയാണ്.
ഒരു ഇമേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ഇമേജ് ചൂസ് ഇമേജിൻ്റെ ഡിഫറെൻറ്റുള്ള ഇമേജ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തലക്ക് അത് റിമൂവ് ചെയ്യാം, എന്നിട്ട് മറ്റൊരു ഇമേജ് ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു വേർഡ്പ്രസ് ഗാലറിയിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഇമേജ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കാണാൻ സാധിക്കും നമുക്ക് ലൈവായിട്ട് അവിടെ ഇമേജ് ചേഞ്ച് ചെയ്യുന്നു. ഇനി അതിൻ്റെ പൊസിഷൻ നമുക്ക് അലൈൻമെൻറ്റ് ലെഫ്റ്റിലാണ്, നമുക്കത് സെൻറ്റർ ആക്കാം അല്ലെങ്കിൽ റൈറ്റ് ആക്കാം. അത് പല അലൈൻമെൻറ്റുകളിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇനി ഇതിന് നമുക്കൊരു ലിങ്കൊക്കെ കൊടുക്കണമെന്നായിരിക്കും. ഇപ്പോൾ ലിങ്കൊന്നും കൊടുത്തിട്ടില്ല, ഇതുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഞാൻ എങ്ങോട്ടെങ്കിലും ലിങ്ക് കൊടുക്കണമെങ്കിൽ നമുക്കൊരു കസ്റ്റം URL സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരും ലിങ്ക് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വേർഡ്പ്രസ്സിൽ മറ്റ് പേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ലിങ്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എക്സാമ്പിൾ അബൌട്ട് പേജ്, ആ ഒരു പേജ് സെലക്ട് ആയി വരും. അതുപോലെ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പേജുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വെബ്സൈറ്റിലേക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി, ഇമേജ് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് മനസ്സിലായി. പിന്നെ ഇതിൻ്റെയൊക്കെ പൊസിഷൻസ് കാര്യങ്ങൾ ഒരുപാട് എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണെന്നുള്ളത് നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരും. നമ്മളതെല്ലാം പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഇനി ഇതുപോലെ തന്നെ ഒരു ബട്ടനാണ് ഈ കാണുന്നത്. ഈ ബട്ടനൊരു സ്റ്റൈലുണ്ട്, ആ ബട്ടനൊരു ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ബട്ടന് എത്ര സൈസിലാണ് ഈ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട് പാഡിങ് നിൽക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വാല്യൂസ് നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ സൈസ് ഡിഫറൻസ് വരുന്നത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാം. പിന്നെ ബട്ടൻ്റെ സ്റ്റൈല്, ഈ ബട്ടൻ്റെ കളേഴ്സ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ബോർഡർ കളർ, അല്ലെങ്കിൽ ടൈറ്റിൽ കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ. എക്സാമ്പിൾ ഞാൻ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതൊരു കളർ എഡിറ്റർ വരും. നമ്മൾ സിമ്പിളായിട്ട് ആ കളർ അങ്ങ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ അങ്ങ് ചേഞ്ച് ആവും. കണ്ടോ, ഇപ്പോൾ 2 കളറാണ്. ഇതൊരു ഗ്രേഡിയൻ ടൈപ്പ് ആയതുകൊണ്ട് 2 കളേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കളറും സെക്കൻഡ് കളറും കൂടി ചൂസ് ചെയ്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലൊരു ഗ്രേഡിയൻ കളർ വർക്കൗട്ടായി. കണ്ടോ, അപ്പോൾ അതിൻ്റെ തന്നെ ഡിഫോൾട്ട് കളറുണ്ട്. നമ്മൾ മൗസ് കൊണ്ടുവയ്ക്കുമ്പോൾ എന്ത് കളറാണ് വേണ്ടതെന്നുള്ളതാണ് ഹോവർ കാണുന്നത്. ഇതും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതുപോലെ തന്നെ എലമെൻ്ററിൻ്റെ വിൻഡോയിൽ തന്നെ ഈ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലായി. അതുപോലെ ഒരു ബട്ടൺ എഡിറ്റ് ചെയ്തു, ഇമേജ് എഡിറ്റ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഓൾറെഡി ഉള്ളൊരു എലമെൻറ്റ്സ്. നമുക്ക് പുതിയൊരു എലമെൻറ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് നോക്കാം. ഈ ഒരു എലമെൻറ്റ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പൊസിഷൻ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എലമെൻറ്ററിൽ അവൈലബിൾ ആയിരിക്കുന്ന ഓരോ എലമെൻറ്റ്സ് ഇവിടെ വന്ന് നിൽക്കണം. ടൈറ്റിൽ, ഒരു ഇമേജ്, അല്ലെങ്കിൽ വീഡിയോ, ബട്ടൺ, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ്, ഐക്കൺ, ഇതേപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റുകൾ കൂടി ഉണ്ട്. ഈ ഒരു പ്ലഗിൻ്റെ കൂടെ അവൈലബിൾ ആയിരിക്കുന്ന ടെസ്റ്റിമോണിയൽസ്, അല്ലെങ്കിൽ ടാബ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈഡർ. അപ്പോൾ പല രീതിയിൽ ഇവിടെ നമുക്കിത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കാവുന്ന കാര്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു ഇമേജ് ഇവിടെ എടുത്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നു. ഇനി നമുക്ക് അവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാം. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ഇമേജ് ആ ഒരു പൊസിഷനിൽ നമുക്ക് ഇടാൻ പറ്റിയൊരു ഇമേജ് ക്ലിക്ക് ചെയ്യുക, നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ വന്നു. ഇതുപോലെ ഓൾറെഡി ഉള്ള എലമെൻറ്റ്സുകളിൽ പൊസിഷനുകളിൽ നമുക്ക് ഡാറ്റ ഫില്ല് ചെയ്യാം. ഇത് ഇമേജ് വന്ന് ഇനി രണ്ടറിൽ ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഇതിൻ്റെ പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് മാറ്റിയിടാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളും കൂടി ചേഞ്ച് ചെയ്യേണ്ടി വരുമെന്ന് മാത്രം. ഇനി കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് 3 കോളംസ് കാണാൻ പറ്റും. ഇത് 3 എലമെൻറ്റ്സുകളാണ്, 3 കോളത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി അഡീഷണലി ഒരു കോളം വേണമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുമ്പോൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എ ന്യൂ കോളം ക്ലിക്ക് ചെയ്തു. സോ അപ്പോൾ ഇതൊരു 4 കോളംസ് ആയിട്ട് മാറി. നമ്മൾ ഈ ഒരു സ്ക്രീനിലൊരു എലമെൻ്ററിൻ്റെ എഡിറ്റർ വിൻഡോയിലൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു കുറച്ചുകൂടി കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നത്. ഒരു നോർമൽ വിൻഡോയിലാണെങ്കിൽ ഇതൊരു 4 എണ്ണായി മാറി കഴിഞ്ഞപ്പോൾ ബെറ്ററാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു ക്ലോൺ എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കോപ്പി ചെയ്ത് ഇപ്പുറത്തിടാം. ഇപ്പോൾ ഇത് 4 കോളംസായി. കണ്ടോ, ഇനി നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഐക്കൺസുകൾ നമുക്ക് ഈ ഇമേജ് ചേഞ്ച് ചെയ്യാം. ഇത് മാറ്റി നമുക്ക് തൽക്കാലം ഒരു വേറെ എന്തെങ്കിലും ഒരു ഐക്കൺ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, സെലക്ട് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. കണ്ടോ, ആ ഒരു ഐക്കൺ ചേഞ്ചായി. ഇനി അതുപോലെ നമുക്ക് ഒരു ടൈറ്റിൽ ചേഞ്ച് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ചേഞ്ച് ചെയ്യാം. അതൊക്കെ തന്നെ ഇത്രയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഈ ഒരു കംപ്ലീറ്റ് ബ്ലോക്ക് വേണമെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്ക് തൽക്കാലം ഇനിയിപ്പോൾ ഇതിൽ നിന്ന് 2 റിമൂവ് ചെയ്യണം. ഡിലീറ്റ്. നമുക്കിനി ഇതിൻ്റെ ആ ഒരു കോളം കൂടി നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇപ്പോൾ നാവിഗേറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു സെക്ഷനിൽ 1 2 3 4 4 കോളംസ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ടൂളും കൂടി അവൈലബിൾ ആണ്. ഇപ്പോൾ എവിടെയെങ്കിലും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നാവിഗേറ്റർ ചൂസ് ചെയ്താൽ മതി.
നമുക്ക് ഈ ഒരു കോളം വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. ആ ഒരു കോളം 3 കോളംസായിട്ട് മാറി. ഇനി നമുക്കത് 2 കോളാണെങ്കിൽ വീണ്ടും അത് അടുത്ത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇമേജും ഡാറ്റാസൊക്കെ ഫില്ല് ചെയ്ത് അത് ഭംഗിയാക്കുന്നത് മാത്രം. സോ ആ ഒരു കോൺസെപ്റ്റ് കൂടി നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഇനി ഒന്നുകൂടി സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇതെല്ലാം ഇമേജാണ്. ഇതുപോലെ തന്നെ ടൈറ്റിലാണ്, ഡിസ്ക്രിപ്ഷനാണ്, ഇതെല്ലാം ഇതുപോലെ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. കൂടാതെ ഇനി ഏറ്റവും അടിയിലേക്ക് വരികയാണ്. ഇപ്പം നമുക്കൊരു ഏരിയ ഉണ്ട്, ഇനി പുതിയൊരു സെക്ഷൻ നമുക്ക് ആഡ് ചെയ്യണം. ഇതുപോലെ അത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം ഇതൊരു ഫുൾ വിഡ്ത്തായിട്ടുള്ളൊരു റോ ആണോ ഉള്ളത്, അല്ലെങ്കിൽ 2 കോളംസ് വേണോ, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ കാണുന്ന പോലെ കോളംസ് ഡിവൈഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഡിഫോൾട്ടായിട്ടൊരു ടെംപ്ലേറ്റ് ആദ്യം ചൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 2 കോളംസ് ചൂസ് ചെയ്തു. അത് 2 പൊസിഷൻ അവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എലമെൻറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന എലമെൻറ്റ്സുകളോടെ വരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഇമേജാണ്. ഇപ്പോൾ ഇമേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്രോൾ ചെയ്ത് അപ്പ് ചെയ്യുന്നു. ഇനി ഈ ഒരു പൊസിഷനിൽ ചെയ്യുന്നതിന് വരെ നമുക്ക് ഇപ്പുറത്തേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്തു ഇമേജ്. ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് HTML എഡിറ്റർ വേണമെങ്കിൽ ഒരു എഡിറ്റർ ഉപയോഗിക്കാം. ആ എഡിറ്റർ ഇവിടേക്ക് പേസ്റ്റ് ചെയ്തു. കണ്ടോ, നമുക്ക് ഏതാണ്ട് ഇതുപോലെ തന്നെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ള കണ്ടൻസുകൾ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ജസ്റ്റ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മൾ പൊസിഷൻ ചെയ്യുക. ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് പ്രത്യേകിച്ചൊരു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കണ്ടൻറ്റ് അതേപോലെ തന്നെ ഫിൽ ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ ഇമേജ് ക്ലിക്ക് ചെയ്യുക, ഇമേജ് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇമേജ് വന്നു. ഇങ്ങനെ നമുക്കൊരു പുതിയതായിട്ടൊരു ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ബിൽഡ് ചെയ്ത് നമുക്ക് വെബ്സൈറ്റുകൾ ഓരോ രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. ഇനി ഇതിൻ്റെ പൊസിഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിവിടെ കൊണ്ടുവരാം. അങ്ങനെ ഇതിൻ്റെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ഈ ലെഫ്റ്റ് എന്നുള്ളത് റൈറ്റിലേക്ക് ഇടാം, റൈറ്റ് നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ എല്ലാ എലമെൻറ്റ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനും അതിൻ്റെ പൊസിഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും കൂടി ഇതിനുള്ള അവൈലബിൾ ആണ്. സോ നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്. യാതൊരു കോഡിങ്ങും ഇല്ലാതെ ഇതേപോലെ തന്നെ ഇത്രയും വൃത്തിയിൽ എത്ര മിസ്റ്റേക്കുകൾ വരുത്താതെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ Ctrl+Z അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു ഹിസ്റ്ററി ഉണ്ട്, ഇതിനനുസരിച്ച് നമ്മൾ റിവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനിത് ഇതിൻ്റെ ഏറ്റവും ഹോം പേജ് ഇതിലേറ്റവും ആദ്യത്തെ സ്റ്റൈലിലേക്ക് ഇത് റിവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തൊരു മൂഡിലേക്കായിരിക്കും ഇത് ചേഞ്ച് ആകുന്നത്. കണ്ടോ, പക്ഷെ നമ്മളെന്ത് മിസ്റ്റേക്ക് വരുത്തിയാലും അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത്ര നേരം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഡെസ്ക്ടോപ്പ് ബ്രൗസറിൽ നിന്ന് വിസിറ്റ് ചെയ്താൽ വെബ്സൈറ്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഇതേ വെബ്സൈറ്റ് ഒരു മൊബൈൽ ഡിവൈസിൽ നിന്ന് ഓപ്പൺ ചെയ്താൽ കാണുന്ന ഡിസൈൻ ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. എലമെൻറ്ററിൻ്റെ ഡിസൈൻ വിൻഡോയിൽ അടിയിലായിട്ട് റെസ്പോൺസീവ് മോഡ് കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് മൊബൈൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലുണ്ട്, ടാബ്ലറ്റ് എല്ലാം ഉണ്ട്. നമ്മൾ മൊബൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഡിവൈസിൽ ഈ വെബ്സൈറ്റ് എങ്ങനെ വരും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിലുള്ള ഓരോ എലമെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഡിസൈൻ ചേഞ്ചസ് ആ മൊബൈൽ ഡിവൈസിൽ മാത്രമായിരിക്കും അത് വരുള്ളൂ, ഡെസ്ക്ടോപ്പിനെ അതിനെ ബാധിക്കില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം വിഡ്ത്ത് ഇവിടെ മൊബൈൽ ഓണായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ വിഡ്ത്ത് ഇതിൻ്റെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊബൈലിലും മാത്രമായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുക. ഞാനിവിടെ ചേഞ്ച് ചെയ്യാണ്. ഇത് മൊബൈൽ ഡിവൈസിൽ മാത്രമായിരിക്കും ഇങ്ങനെ കാണാൻ സാധിക്കുക. പക്ഷേ ഡെസ്ക്ടോപ്പിൽ വരുമ്പോൾ ഞാൻ തിരിച്ചത് ഡെസ്ക്ടോപ്പിലേക്ക് വരികയാണ്. സോ കണ്ടോ, ഡെസ്ക്ടോപ്പിൽ നോർമലായിട്ട് അത് വന്നിട്ടുണ്ട്. ഇനി അത് മൊബൈലിലേക്ക് വന്നപ്പോൾ പക്ഷേ അതിൻ്റെ വിഡ്ത്ത് ഡിഫറൻസ് വന്നു. ഇതേപോലെ നമുക്ക് ഓരോ എലമെൻറ്റുകളും മൊബൈലിലേക്ക് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു എലമെൻറ്റ് നമുക്ക് മൊബൈലിൽ ഡിസ്പ്ലേ ചെയ്യണ്ട, ഇത് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് അഡ്വാൻസിൽ പോയിട്ടും റെസ്പോൺസീവ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഒരു എലമെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഹൈഡ് ചെയ്യാം. അതുപോലെ ഇത് മൊബൈലിൽ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹിഡൻ ആയിരിക്കും. ഇനി ഇതൊരു യൂസറുടെ മൊബൈലിൽ ഇത് കാണില്ല, അഡ്മിൻ ആയതുകൊണ്ട് മാത്രമാണ് ഇതൊരു ഗ്രേ ഓവർലേയിൽ കാണുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസുകളൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ മൊബൈലിൽ നമുക്ക് ഡിസൈനിൽ വൃത്തിയില്ല എന്ന് തോന്നുന്ന എലമെൻറ്റുകൾ നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. അത് ഡെസ്ക്ടോപ്പിൽ അതിൻ്റെ രീതിയിൽ അത് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള റെസ്പോൺസീവ് ഡിസൈൻസ് എല്ലാം എഡിറ്റ് ചെയ്യാൻ കൂടി എലമെൻറ്ററി ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ഇത്ര ഈസി ആയിട്ട് പറ്റും. ഇനി അടുത്തുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ തിരിച്ച് ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഡിസൈൻസ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇവിടെ സേവ് എസ് ഡ്രാഫ്റ്റ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡയറക്റ്റ്ലി പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്കിത് സേവ് എസ് എ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിതൊരു സർവീസിൻ്റെ ഒരു പേജാണ് ചെയ്യുന്നത്, ഹോം പേജ് അല്ല മറ്റൊരു പേജാണ് ചെയ്യുന്നത്. ഇവൻ ഹോം പേജ് ആണെങ്കിൽ തന്നെ നമുക്കിതൊരു സേവ് എസ് എ ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡ്രാഫ്റ്റ്
ഫോം എന്ന രീതി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് മറ്റൊരു പേജിൽ പുതിയൊരു ടെംപ്ലേറ്റ്, പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് ആ പേജിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാം. പക്ഷേ അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൻ്റെ ലൈവായിട്ടുള്ള ഡിസൈൻ അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് മറ്റൊരു പേജിൽ ഇതിൻ്റെ ഡ്രാഫ്റ്റ് എഡിറ്റ് ചെയ്ത് ഓക്കെ ആകുമ്പോൾ നമുക്കത് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ടെംപ്ലേറ്റ്സുകൾ ഉപയോഗിക്കാം. കൂടാതെ കോപ്പി ചെയ്യേണ്ടി വരുന്ന ഡിസൈൻസ്, ലൈക്ക് ഒരു സർവീസിൻ്റെ ഒരു പേജ്, അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയായിരിക്കണം, ആ ഡിസൈൻ നമുക്കൊരു ടെംപ്ലേറ്റായിട്ട് ഇവിടെ തന്നെ സേവ് ചെയ്തിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വീണ്ടും മറ്റൊരു സർവീസുകളിലേക്ക് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് ആ ഒരു ടെംപ്ലേറ്റിംഗ് സിസ്റ്റം വരുന്നത്. പിന്നെ നാവിഗേറ്റർ നമുക്ക് ഇവിടെ നിന്നും ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന എല്ലാ എലമെൻറ്റിൻ്റെയും ഒരു നാവിഗേഷനാണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ നിന്ന് അത് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ തന്നെയുണ്ട്. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോൺടാക്ട് ഫോം ഉണ്ട്. പക്ഷേ എഡിറ്റർ വിൻഡോയിൽ അത് ഒരു ഫോമായിട്ട് കാണിക്കുന്നത്, ഒരു കോഡായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ റിയൽ ആയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു കോൺടാക്ട് ഫോം കൂടെ ഉണ്ട്. നെയിമും ഇമെയിലും ഫോൺ നമ്പറും വെബ്സൈറ്റ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ. ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ഇമെയിലായിട്ട് എൻ്റെ അഡ്മിനിലേക്ക് അത് പോകുന്നതാണ് ഈ ഒരു ഫീച്ചർ. ഈ ഒരു ഫീച്ചർ എങ്ങനെ സെറ്റ് ചെയ്യാം, ഈ ഒരു ഫോം നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമും ഒക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റിന് പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിലിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്.